ഇതാണ് ഗോൾഡൻ ഗേറ്റ്. ജെറുസലേമിൽ മേഴ്സി ഗേറ്റ് എന്ന് അറിയപ്പെടുന്നു. ഒരുപക്ഷെ കാലങ്ങളോളം അടച്ചിട്ടിരിക്കുന്ന ഒരു പ്രദേശമല്ല ഇതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ജനങ്ങൾ ദിനം പ്രതി ഈ വഴിയിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷേ ഈ വഴിയെക്കുറിച്ച് അതെന്താണെന്ന് അറിയാതെയാണ് അവർ യാത്ര ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ അല്പസമയം നിശ്ചലമായി നിന്നാൽ, ആ നിശബ്ദതയെ സംസാരിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അനുഭവിക്കാൻ കഴിയും. 500 കൊല്ലങ്ങൾക്ക് മുമ്പ് അടച്ചിട്ട ഒരു ഗേറ്റ്. അവർ അതിനെ വിളിക്കുന്നത് ഈസ്റ്റേൺ ഗേറ്റ് എന്നാണ്. ചിലർ ഗോൾഡൻ ഗേറ്റ് എന്നും മറ്റു ചിലർ ഗേറ്റ് ഓഫ് മേഴ്സി എന്നും വിളിക്കുന്നു. ചിലർക്ക് അത് പഴയ വെറും കല്ലുകളാണ്. പക്ഷേ പ്രവചനം പഠിക്കുന്നവർക്ക് അത് വിശുദ്ധമാണ്. കാരണം യഹൂദ പാരമ്പര്യവും ക്രിസ്തീയ പാരമ്പര്യവും പറയുന്നു, മിശിഹ ഒരിക്കൽ ആ ഗേറ്റിലൂടെ കടന്നു വരും, ജെറുസലേമിൻ്റെ മഹത്വം പുനഃസ്ഥാപിക്കും. ഇപ്പോൾ വിചിത്രമായ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. മണൽത്തരികൾ ഗേറ്റിൽ നിന്നും വീഴുന്നു, കല്ലുകൾ ചലിക്കുന്നു, ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ അവിടെ മന്ത്രിക്കുന്നു. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ, അതോ ആ ഗേറ്റ് തുറക്കപ്പെടാൻ ഒരുങ്ങുകയാണോ? ഈ ഗേറ്റിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിക്കാം. 1500കളുടെ കാലഘട്ടത്തിൽ ഒട്ടോമൻ എംപയറാണ് യെരുശലേം ഭരിച്ചിരുന്നത്. അധികാരമോഹത്തിൻ്റെയും ശക്തിയുടെയും കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ രാജാവായിരുന്ന സുൽത്താൻ സുലൈമാൻ അറിയപ്പെട്ടിരുന്നത് പ്രൗഢിയുള്ള പ്രതാപിയായ വ്യക്തി എന്നൊക്കെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കെട്ടിട നിർമ്മിതികൾ വളരെ പ്രൗഢിയുള്ളതും ഗംഭീരവുമായിരുന്നു. പക്ഷെ അദ്ദേഹം എടുത്ത ഒരു തീരുമാനം അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. അത് മറ്റൊന്നുമില്ല, ഈസ്റ്റേൺ ഗേറ്റ് എന്നേക്കുമായി അടച്ചു പൂട്ടുക എന്നതായിരുന്നു. ആ കാലഘട്ടത്തിൽ യെരുശലേമിലെ ജനങ്ങൾ യഹൂദ മതവിശ്വാസ പ്രകാരം മിശിഹ ആ ഗേറ്റിലൂടെ കടന്നു വരുമെന്ന് ശക്തമായി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം അത് എന്നേക്കുമായി അടച്ചു. അത് ഉറപ്പിക്കാൻ അതിനു മുൻപിൽ ഒരു ഇസ്ലാമിക സെമിത്തേരി നിർമ്മിച്ചു. അതെന്തുകൊണ്ടാണ്? ഒരിക്കലും ഒരു പുരോഹിതന് ആചാരപരമായി ശുദ്ധിയായി തീരാതെ സെമിത്തേരിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മിശിഹ ഒരു പുരോഹിതനാണെന്ന തിരിച്ചറിവിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ദൈവ പദ്ധതികൾക്ക് വിരുദ്ധമായി ആരൊക്കെ പ്രവർത്തിച്ചാലും അതൊരിക്കലും നിലനിൽക്കുകയില്ല. ആ ശ്രമങ്ങളെല്ലാം തീർച്ചയായും നിഷ്ഫലമായി തീരും. ഫറവോൻ, ബാബിലോൺ, റോം, അങ്ങനെ പലരും പ്രവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും എതിർക്കുകയും ചെയ്തവരാണ്. പക്ഷേ അവസാനം അവരെല്ലാം പരാജിതരായി തീർന്നു. ബൈബിൾ ഈ ഗേറ്റിനെ കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും വെളിപ്പാടിലൂടെയും വചന പഠനത്തിലൂടെയും, പ്രത്യേകിച്ച് ബാബിലോൺ പ്രവാസത്തിൽ യെഹെസ്കേൽ പ്രവാചകനുണ്ടായ ദർശനത്തിലൂടെയും നമുക്കിവ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ദൈവമഹത്വം ആലയത്തിൽ കടന്നു വരുന്നത് ദർശനത്തിൽ കാണുകയുണ്ടായി. കിഴക്കു നിന്നും ദൈവസാന്നിധ്യം സർവശക്തിയോടെ ഈ ഈസ്റ്റേൺ ഗേറ്റിലൂടെ കടന്നു വരുന്നത് അദ്ദേഹം കാണുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 1-ലും സെഖര്യാവ് 14-ലും കർത്താവായ യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത വരുമ്പോൾ മൗണ്ട് ഒലിവിൽ കാലുകുത്തുമെന്നും അത് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞതായിരിക്കുമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ആ വരവും കാത്ത് ഈസ്റ്റേൺ ഗേറ്റ് കാത്തിരിക്കുന്നു. ഇപ്പോൾ ആ ഗേറ്റിന് മാറ്റങ്ങളും സംഭവിക്കുന്നു. ഇന്ന് ഈസ്റ്റേൺ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. 2 ആർച്ചുകൾ ഗേറ്റിനുണ്ട്. യെരുശലേം ഉണർന്നിരിക്കുന്നു. ചരിത്രത്തിൻ്റെ താളുകൾ, വിശ്വാസം, യുദ്ധം, ഇവയെല്ലാം യെരുശലേമിൻ്റെ തെരുവിൽ ഒരിക്കലും അവസാനിക്കാത്ത ചിത്രപ്പണികൾ പോലെ കിടക്കുന്നു. വെസ്റ്റേൺ വാൾ പ്രാർത്ഥനയാൽ മുഖരിതമാണ്. പക്ഷേ ഈ ഗേറ്റ് ഓഫ് മേഴ്സിക്ക് അടുത്തെത്തുമ്പോൾ മറ്റെന്തോ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് ആ നിശബ്ദത മാത്രമല്ല, അതിൻ്റെ അകത്തു നിന്ന് ഉയരുന്ന ശബ്ദങ്ങളാണ്. ചിലർ ആ ഗേറ്റിനുള്ളിൽ നിന്ന് ഞരക്കങ്ങൾ പോലുള്ള ശബ്ദങ്ങൾ കേട്ടതായും പറയപ്പെടുന്നു. മത്തായി 24-ൽ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. സമയം അടുത്തുവെന്ന് ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ പറയുന്നു. എബ്രായർ 11-ൽ വിശ്വാസത്താൽ നാം ഈ കാണുന്നത് ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു എന്ന് പറയുന്നു. അത് വിളിച്ചോതുന്നത് ഈ കാണുന്നതല്ല യാഥാർത്ഥ്യം, അതിന് പുറകിൽ അദൃശ്യമായ ദിവ്യമായ എന്തോ ഉണ്ടെന്നാണ്. അതുപോലെ ഈസ്റ്റേൺ ഗേറ്റും ദിവ്യമായതും സ്വാഭാവികമായതുമായ കാര്യങ്ങളുടെ നടുവിലെ ഒരു ഗേറ്റ്വേ ആയി കാണാം. വചനം പറയുന്നു, ഏലിയാവിനോട് ഗുഹയിൽ നിശബ്ദമായി മന്ത്രിച്ചതുപോലെ ഒരു രാജാവ് രഥത്തിലല്ല മറിച്ചൊരു കഴുതപ്പുറത്തിരുന്ന് വരുന്നത് പോലെ ദൈവരാജ്യം എപ്പോഴും തുടങ്ങുന്നത് ഒരു ചെറിയ വിത്തിൽ നിന്നാണ്. പിന്നീട് അതിന് വളർച്ച പ്രാപിച്ച് പടരുകയാണ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഗേറ്റിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ, കല്ലുകൾക്ക് അനക്കം സംഭവിക്കുമ്പോൾ അതൊരു അടയാളമല്ലേ? സമയം അടുത്തുവെന്ന സൂചനയല്ലേ നമുക്ക് ലഭിക്കുന്നത്?
യെഹെസ്കേലിന്റെ ദർശനത്തിൽ കിഴക്ക് നിന്ന് മൗണ്ട് ഒലിവിൽ നിന്ന് ദൈവസാന്നിധ്യം വരുന്നത് ദർശിക്കുകയുണ്ടായി. യെഹെസ്കേൽ 43 നമുക്കത് കാണുവാൻ സാധിക്കും. അതുപോലെ യേശു ക്രിസ്തു കഴുതപ്പുറത്ത് വന്നതും ഈ സ്ഥലത്ത് തന്നെയാണ്. മൗണ്ട് ഒലിവിൽ നിന്നാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഇതൊരു സാദൃശ്യമല്ല, ആലങ്കാരികമായി സൂചിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് ഇതൊരു ഭൂമിശാസ്ത്രമാണ്. പ്രവചനം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊരു ദിവ്യമായ സംഭവം നടക്കുവാൻ പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും ശബ്ദങ്ങൾ കേട്ടതായി പറയപ്പെടുന്നു. അത് വെറുതെ ആരോ എന്തിനോ വേണ്ടി കെട്ടിച്ചമച്ച കഥകളല്ല, മറിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ സംഭവങ്ങളാണ്. യെരുശലേമിനെ ഓർത്ത് ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു പുരാതന നഗരം മാത്രമല്ല, മറിച്ച് പ്രവചനത്തിൻ്റെ ഹൃദയത്തുടിപ്പാണ്. ഇവിടെയാണ് ശലോമോൻ ആലയം പണിതത്. ഇവിടെയാണ് യേശു നടന്നത്, പഠിപ്പിച്ചത്, കരഞ്ഞത്. കർത്താവിൻ്റെ ആദ്യ വരവിൽ ഈ നഗരത്തിന് പ്രാധാന്യമുണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ വരവിലും ആ പ്രാധാന്യത തീർച്ചയായും കാണും. അവസാന ചോദ്യം, എന്ന് ഈ ഗേറ്റ് തുറക്കപ്പെടും? ആരൊക്കെയോ പതുക്കെ മന്ത്രിക്കുന്നു, കല്ലുകൾ നീങ്ങുന്നു, മണൽത്തരികൾ വീഴുന്നു. നിങ്ങളോട് തന്നെ ചോദിക്കൂ, എന്ന് ഈ ഗേറ്റ് തുറക്കും? ഇതൊരു പുരാവസ്തുവായി കാണാൻ ജനങ്ങൾക്കായി തുറക്കപ്പെടുന്നതല്ല പറയുന്നത്, മറിച്ച് മിശിഹായുടെ രണ്ടാം വരവിൻ്റെ, ഒരു രാജാവിൻ്റെ തിരിച്ചുവരവിനായി ഈ ഗേറ്റ് തുറക്കപ്പെടുന്നതിനെയാണ് നാം കാണേണ്ടത്. അതെ, കർത്താവ് വരുവാൻ സമയമായിരിക്കുന്നു. ഉണർന്നിരിപ്പിൻ, കാരണം രാജാവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു.